മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് പാണ്ഡവന്മാരും ചെയ്യുന്ന സംവാദം, ആ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് തുല്യമായ ദുഃഖം അനുഭവിച്ച ആളുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി രാമൻ്റെയും സീതയുടെയും കഥ പറയുന്നു. രാമായണ കഥ വ്യാസൻ്റെ വാക്കിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ആ മാർക്കണ്ഡേയ മഹർഷിയുടെ കഥാകഥനത്തിൽ രാക്ഷസനായ രാവണാദി രാക്ഷസന്മാർ, അതുപോലെ സുഗ്രീവാദി വാനരന്മാരും എങ്ങനെ ജനിച്ചു എന്ന കാര്യം പറഞ്ഞു. അയോധ്യയിൽ ദശരഥന്റെ മക്കളായിട്ട് രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ജനിച്ച കാര്യം പറഞ്ഞു. ആ ദശരഥന് രാമൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. എന്തുകൊണ്ട്? 21 ഗുണങ്ങൾ രാമായണത്തിലെ വാൽമീകി രാമൻ്റെ 164 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 21 ഗുണങ്ങളെ പ്രത്യേകമായിട്ട് വ്യാസൻ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഗുണങ്ങളെ കൊണ്ട് ലോഹിതാക്ഷ മഹാബാഹു മത്തമാതങ്ക ഗാമിനം, അദ്ദേഹത്തിൻ്റെ ആ ശൗര്യവും പരാക്രമവും ശരീരഭംഗിയും, സർവാനുരക്ത പ്രകൃതി സർവവിദ്യാ വിശാരദം, ആന്തരിക ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 21 ഗുണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഭരതനും ശത്രുഘ്നും കേകയ രാജ്യത്തേക്ക് പോയ കാര്യം പറയുന്നില്ല. പുഷ്യനക്ഷത്രം വന്നപ്പോൾ രാമൻ്റെ അഭിഷേകം ദശരഥൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മന്ധരയായിട്ട് ജനിച്ച ആ ദുന്ദുഭി എന്ന ഗന്ധർവി, ദാസിയായിട്ടുള്ള ഗന്ധർവി, ആ മന്ധര കൈകേയിയോട് പറയുന്നു, നീ ദുർഭഗയാണ്, നിനക്ക് ഭാഗ്യമില്ല, നീ കൗസല്യയുടെ ദാസിയായിട്ട് കഴിയേണ്ടി വരും, നീ ചെന്ന് നിന്റെ അധികാരം പിടിച്ചു വാങ്ങൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചൂടാക്കി വിടുന്നു. കൈകേയി ദശരഥൻ്റെ അടുത്ത് ചെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അത് രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രോധാകാരത്ത് ചെന്ന് കരഞ്ഞ് കിടക്കുകയും ചെയ്തില്ല. അടുത്ത് ചെയ്യുന്നുണ്ട്, വിവിക്തേ പതിമാസാദ്യ ഹസന്തീവ ശുചിസ്മിത, പുഞ്ചിരി തൂക്കിക്കൊണ്ട് ചിരിക്കുന്നത് പോലെ സന്തോഷമായിട്ട് ദശരഥൻ്റെ അടുത്ത് സ്നേഹം നടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന ദശരഥൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കൈകേയി പറഞ്ഞു, അങ്ങ് മുമ്പ് ചെയ്ത സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ദുഃഖം മാറ്റാനുള്ള ചില വരങ്ങൾ എനിക്ക് തരുമെന്ന് പറഞ്ഞു. കാമിയായ ദശരഥൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അബദ്ധനെ വധിക്കാം, കൊല്ലേണ്ടാത്തവനെ കൊല്ലുകയോ കൊല്ലേണ്ടവനെ വെറുതെ വിടുകയോ ചെയ്യാം. അതുപോലെ ബ്രഹ്മസ്വം, ബ്രാഹ്മണന്റെ ധനം ഒഴിച്ച് എൻ്റെ കയ്യിലുള്ള മുഴുവൻ ധനവും ഞാൻ നിനക്ക് ദാനം ചെയ്യാം, എന്ത് വേണമെങ്കിൽ നീ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഈ പുഷ്യനക്ഷത്രത്തിൽ അഭിഷേകം ചെയ്യേണ്ടത് എൻ്റെ മകനെ അഭിഷേകം ചെയ്യണം, അതുപോലെ രാമനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. 14 വർഷം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ വിസ്താര ഭയം കൊണ്ടായിരിക്കാം. ഇത് കേട്ട രാജാവ് ദുഃഖാതുരനായി വളരെ വിഷമിച്ചു. രാമൻ ഈ കാര്യം അറിഞ്ഞു. അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു, വനത്തിലേക്ക് പോകുന്നു. കൂടെ ലക്ഷ്മണനും സീതയും ചെല്ലുന്നു. ഒരു വ്യത്യാസവും. ദശരഥൻ അതോടനുബന്ധിച്ച് ദേഹത്യാഗം ചെയ്യുന്നു, മരിക്കുന്നു. കൈകേയി ഭരതനെ വരുത്തി എന്ന് പറയുന്നു. അപ്പോൾ ഭരതൻ അവിടെ ഇല്ലായിരുന്നു സൂചനയുണ്ട്. കേകയത്തിൽ പോയി എന്ന് പറയുന്നില്ലെങ്കിലും ഭരതനെ വരുത്തിയിട്ട് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു. ഭരതൻ തൻ്റെ അമ്മയെ നിന്ദിക്കുകയും രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മറ്റ് മാതാക്കളോടൊപ്പം തന്നെ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ചിത്രകൂടത്തിൽ ചെന്ന് രാമനെ കണ്ടു, അനുനയിപ്പിച്ചു. പക്ഷേ രാമൻ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം തിരിച്ചു വന്ന് നന്ദിഗ്രാമത്തിൽ വെച്ച് രാജ്യം ഭരിക്കുകയും ചെയ്തു. ഭരതൻ. രാമൻ ജനങ്ങൾ തന്നെ പിന്തുടർന്ന് വരും എന്ന് ഭയന്നിട്ട് ദണ്ഡകാരൻ എന്ന് പറയുന്ന ഉഗ്രമായ ഘോരമായ ഉൾക്കാട്ടിലേക്ക് അധികം പ്രവേശിച്ചു പോയി. അവിടെ വെച്ച് ശൂർപ്പണഖ കൃതം വൈരം, ശൂർപ്പണഖ കാരണമായിട്ടുണ്ടായ ശത്രുത കൊണ്ട് ഖരൻ മുതലായിട്ടുള്ള രാക്ഷസന്മാർ അദ്ദേഹത്തെ ആക്രമിച്ചു. അതുകൊണ്ടും താപസന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ശ്രീരാമൻ 14,000 രാക്ഷസന്മാരെ ഒറ്റക്ക് യുദ്ധം ചെയ്ത് വധിക്കുന്നു. ആ ശൂർപ്പണഖ അതറിഞ്ഞ് ഖരൻ വധിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ആ ശൂർപ്പണഖ ലങ്കയിലേക്ക് ചെന്ന് രാവണന്റെ കാൽക്കൽ ചെന്ന് വീണു. ആ ശൂർപ്പണഖയെക്കുറിച്ച് പറഞ്ഞത് നികൃത്ത നാസോഷ്ഠി ശൂർപ്പണഖ എന്നാണ്. നികൃത്ത നാസോഷ്ഠി വാൽമീകി രാമായണത്തിൽ പറഞ്ഞത് ആ ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും ലക്ഷ്മണൻ മുറിച്ചു എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ മൂക്കും അതുപോലെ ചുണ്ടും മുറിച്ചു കളഞ്ഞു എന്നാണ്. കുറച്ചുകൂടി സാങ്കത്യമുണ്ട്. കാരണം വാളൂരി വീശുന്ന സമയത്ത് മൂക്കോടൊപ്പം തന്നെ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് ചുണ്ടുകളാണ്. ഉയർന്നു നിൽക്കുന്ന ചുണ്ടുകളാണെങ്കിൽ, നല്ല തടിച്ച ചുണ്ടുകളാണെങ്കിൽ മൂക്കോടൊപ്പം തന്നെ ചുണ്ട് മുറിഞ്ഞു പോകാം. അങ്ങനെ നികൃത്ത നാസോഷ്ഠി ആയിട്ടുള്ള ശൂർപ്പണഖ ലങ്കയിൽ ആ രാവണന്റെ കാൽക്കൽ ചെന്ന് വീണ് കരഞ്ഞു. പല്ല് കടിച്ചുകൊണ്ട് ക്രോധാകുലനായിട്ട് രാവണൻ ചോദിച്ചു, ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സീതാകാരണമായിട്ടാണ്, രാമനാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാവണൻ അതിഘോരമായ സമുദ്രം കടന്ന് ഭാരതത്തിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ ഗോകർണത്ത് വന്നു.
ഗോകർണത്തുള്ള ശിവക്ഷേത്രം അവിടെ ശൂലപാണേഹേ മഹാത്മനഃ മഹാത്മാവായിട്ടുള്ള ശൂലപാണിയുടെ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹത്തിൻ്റെ മുൻ മന്ത്രി, റിട്ടയേർഡായിട്ടുള്ള മന്ത്രി, എക്സ് മിനിസ്റ്റർ ആയിട്ടുള്ള മാരീചൻ അവിടെ സന്യാസി വേഷത്തിലിരുന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മാരീചം പൂർവാമാത്യം ദശാലനഃ, പൂർവാമാത്യൻ മുൻ മന്ത്രി. അനുനയ വാക്കുകളൊക്കെ പറഞ്ഞ് രാവണനെ സ്വീകരിച്ചു. ലങ്കയിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ രാവണൻ പറഞ്ഞു, എന്നെ സഹായിക്കണം, നീ സീതയെ കട്ടുകൊണ്ടുവരാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. മാരീചൻ പറഞ്ഞു, രാമനോട് കളി വേണ്ട രാവണ, എനിക്ക് സ്വന്തം അനുഭവമുണ്ട്. ഞാൻ ഈ സന്യാസ വേഷം ധരിച്ച് ഇവിടെ തപസ് ചെയ്യുന്നത് ആ രാമനെ ഭയന്നിട്ടാണ്. നിനക്ക് ആരാണ് ഈ വിനാശകരമായ ബുദ്ധി ഉപദേശിച്ചു തന്നത്? ഇത് നിനക്ക് നാശമുണ്ടാക്കും രാവണ എന്ന് പറഞ്ഞു. രാവണൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിനക്ക് ഞാൻ മരണശിക്ഷ നൽകാൻ പോകും, എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു. മാരീചൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, വിശിഷ്ടാൻ മരണം വരം, സജ്ജനങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്, രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചം, രാവണന്റെ കൈകൊണ്ട് മരിക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല രാവണ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നീ എന്താണ് വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ നിന്നെ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നീട് രാവണൻ പറഞ്ഞതൊക്കെ അദ്ദേഹം അനുസരിച്ചു. അങ്ങനെ ഗച്ഛ സീതാം പ്രലോഭയ, നീ സീതയെ ചെന്ന് പ്രലോഭിപ്പിക്കണം. എങ്ങനെ? രത്നശൃംഗോ മൃഗോ ഭൂത്വ രത്നചിത്ര തനൂരുഹ, രത്നം കൊണ്ടുള്ള കൊമ്പുകളും രത്നം പതിപ്പിച്ചതായ രോമങ്ങളോട് കൂടിയിട്ടുള്ളതായ ദിവ്യ മാനായിട്ട് നീ സീതയെ പ്രലോഭിപ്പിക്കുക, രാമനെ സീതയിൽ നിന്ന് അകറ്റുക, ബാക്കി കാര്യം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മാരീചനും രാവണനും രണ്ടുപേരും വേഷം മാറി, ഒരാൾ മാനായിട്ടും മറ്റൊരാൾ മുണ്ടിയും ത്രിദണ്ഡിയുമായിട്ട് തലമുണ്ടനം ചെയ്ത് ത്രിദണ്ഡം എടുത്ത് കാഷായ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷം ധരിച്ച് കമണ്ഡലം എടുത്തിട്ടുള്ള ഒരു സന്യാസിയായിട്ട് രാവണനും, മാനിൻ്റെ രൂപത്തിൽ മാരീചനും ഈ ഗോദാവരി തീരത്തേക്ക് പഞ്ചവടിയിലേക്ക് വരികയാണ്. സീത മാനെ കണ്ട് ലുബ്ധയായി ലോഭം വന്നു, രാമനെ പറഞ്ഞയച്ചു. മാരീചനെ പിടികിട്ടാത്ത സമയത്ത് മാരീചനെ അദ്ദേഹം ബാണം കൊണ്ട് വധിച്ചു. അപ്പോൾ മാരീചൻ രാമായണത്തെ പറഞ്ഞതുപോലെ രാമന്റെ ശബ്ദത്തിൽ കരഞ്ഞു. ലക്ഷ്മണനോട് സീത പോകാൻ പറഞ്ഞു. പോകാൻ കൂട്ടാകാതിരുന്നപ്പോൾ അതിനിന്ദ്യമായ വാക്കുകളെ കൊണ്ട് ലക്ഷ്മണനെ സീത നിന്ദിച്ചു, ശകാരം ചെയ്തു. ലക്ഷ്മണൻ സഹികെട്ട് അവിടുന്ന് പുറപ്പെട്ടു. രാവണൻ സീതയുടെ സമീപത്ത് വന്നു. അഭവ്യോ ഭവ്യരൂപേണ ഭസ്മാച്ഛന്നൈവാനല, വിനീതനല്ലെങ്കിലും ഭവ്യനല്ലെങ്കിലും ഭവ്യനായിട്ട് അഭിനയിച്ചു കൊണ്ടുവന്നു. ആതിഥ്യം അരുളിയ സീതയോട് പ്രണയാഭ്യർത്ഥന നടത്തി. സീത അതിനെ നിരസിച്ചു. മൂർധജേഷു നിജഗ്രാഹ ഊർധ്വമാചക്രമേ പുനഃ, സീതയുടെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്താണ് തൻ്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് രാവണൻ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങിയത്. സീത കരഞ്ഞുകൊണ്ട് ആ വഴിയിൽ കണ്ട ആശ്രമങ്ങളിലും സരസ്സുകളിലും നദികളിലും തൻ്റെ ആഭരണങ്ങൾ ഓരോന്നായിട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. ലങ്കയിലേക്കുള്ള വഴിയിൽ സീതയെ കൊണ്ടുപോയി ലങ്കയിൽ തൻ്റെ അശോകവനിക എന്ന് പറയുന്ന മനോഹരമായ ഉദ്യാനത്തിലാണ് പാർപ്പിച്ചത്. ധാരാളം ദുഷ്ട സ്ത്രീകളെ കാവൽ നിർത്തുകയും ചെയ്തു രാവണൻ. രാമൻ മാരീചനെ കൊന്ന് മടങ്ങി വന്നപ്പോൾ സീതയെ കണ്ടില്ല. ലക്ഷ്മണനെ വഴിയിൽ വെച്ച് കണ്ടു. രണ്ടുപേരും ചേർന്ന് ആശ്രമത്തിൽ വന്നപ്പോൾ സീതയെ അവിടെ കണ്ടില്ല. ജടായു മരണപ്രായനായിട്ട് കിടക്കുന്ന കണ്ടു. എന്താണ് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷേ ജടായുവിന് കാര്യങ്ങൾ മുഴുവൻ പറയാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന് പ്രാണൻ പോയി. പക്ഷേ അദ്ദേഹത്തിന് കണ്ണുകൊണ്ടും മുഖം കൊണ്ടുള്ള ഭാവം കൊണ്ട് ഇംഗിതം നോക്കിയിട്ട് ഈ രാവണൻ തെക്ക് ഭാഗത്തേക്കാണ് പോയത് എന്ന് രാമന് ഒരു അനുമാനമുണ്ടായി. ബുദ്ധിമാനായ രാമൻ അനുമാനിച്ചു എന്നാണ്. പിന്നീട് സീതയെ കാണാതെ അദ്ദേഹം വിലപിച്ച് കാട്ടിൽ അന്വേഷിച്ച് നടന്നു. കബന്ധൻ എന്ന ആ അസുരന്റെ കയ്യിൽ രണ്ടുപേരും പെടുന്നു. അദ്ദേഹത്തിന്റെ കൈകളെ ഛേദിച്ച സമയത്ത് അദ്ദേഹം ഒരു ദിവ്യ പുരുഷനായിട്ട് ഉയർന്നു വന്ന് രാമനോട് പറയുന്നു, രാവണനാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോയത്. അങ്ങ് ഋഷ്യമുഖാചരത്ത് ചെന്ന് തുല്യദുഃഖിതനായ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാക്കി അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി രാവണനെ വധിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഋഷ്യമുഖാചരം ലക്ഷ്യമാക്കി അവർ നടന്ന് പമ്പാസരസിൽ ചെന്നു. പമ്പാസരസിൽ പിതൃതർപ്പണമൊക്കെ ചെയ്ത് ദുഃഖിതനായിട്ട് അദ്ദേഹം ഒരുപാട് കരഞ്ഞു. ലക്ഷ്മണൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അവിടെ കഴിയുന്ന സമയത്ത് സുഗ്രീവൻ ബുദ്ധിമാനായ ഹനുമാനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. സുഗ്രീവൻ്റെ അടുത്ത് ഹനുമാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹവുമായിട്ട് സഖ്യം ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്ത് വാനരന്മാരെ സീതയുടെ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രത്തിൻ്റെ ഒരു ശകലം കാണിച്ചു കൊടുത്തു. അത് അടയാളമായിട്ട് സ്വീകരിച്ചു. സുഗ്രീവൻ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറഞ്ഞു. സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ വധിക്കാമെന്ന് രാമനും സത്യം ചെയ്തു. സുഗ്രീവനെ മുമ്പേ തന്നെ കിഷ്കിന്ധയുടെ രാജാവായിട്ട് അഭിഷേകവും ചെയ്തു. കിഷ്കിന്ധയിൽ ബാലിയെ വെല്ലുവിളിക്കാൻ വേണ്ടി സുഗ്രീവൻ രാമന്റെ സംരക്ഷണത്തോടു കൂടി ചെന്നു. ബാലി യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ
ഹേമമാലിയായിട്ടാണ്. സ്വർണ്ണമാലയൊക്കെ ഇട്ട് ബാലി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായ താര പറഞ്ഞു, അങ്ങനെ ചെല്ലരുത്, വധിക്കപ്പെടും, ഇത് ചതിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാലി പറയാണ്, താരെ, നീ പ്രാണികളുടെ ഭാഷ അറിയുന്നവളാണല്ലോ, അപ്പോൾ നിനക്ക് മറ്റ് പ്രാണികളൊക്കെ മറ്റ് ജീവജാലങ്ങളെ പറഞ്ഞ് കേട്ട അറിവുണ്ടായിരിക്കും. സുഗ്രീവൻ ആരെ ആശ്രയിച്ചാണ് എന്നോട് യുദ്ധത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറയൂ. അപ്പോൾ താര പറഞ്ഞു, രാമൻ എന്ന് പറയുന്ന സദാചാരിയായ ധർമ്മിഷ്ഠനായ രാജകുമാരൻ ലക്ഷ്മണനോടൊപ്പം വന്നിട്ടുണ്ട്, സുഗ്രീവനുമായിട്ട് സത്യം ചെയ്തിട്ടുണ്ട്, മിത്രത്വം നേടിയിട്ടുണ്ട്, ലക്ഷ്മണകുമാരനുണ്ട്, ഹനുമാനും മൈന്ദനും ദ്വിവിധനും ജാമ്പവാനും ഒക്കെ സഹായിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ബാലി താരയുടെ ചാരിത്രത്തെ സംശയിക്കുകയാണ്. ഈ താര സുഗ്രീവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണോ എന്ന് അവളെ അവിശ്വസിക്കുകയാണ്. എന്താണ്? പര്യശങ്കതാമീർഷു സുഗ്രീവഗത മാനസാം, ഇവൾക്ക് സുഗ്രീവനോടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എന്നെ തടയുന്നത് എന്നാണ് ദുഷ്ടനായ ബാലി ചിന്തിച്ചത് എന്ന് പറയുന്നു. സ്വന്തം പത്നിയെ സംശയിക്കുകയാണ്. മാല്യവാൻ എന്ന പർവ്വതത്തിന്റെ സമീപത്താണ് സുഗ്രീവൻ നിൽക്കുന്നത്. അവിടത്തേക്കാണ് ബാലി ചെന്ന് താരയൊക്കെ പരുഷവാക്യം കൊണ്ട് നിന്ദിച്ചുകൊണ്ട് അയാൾ വന്ന് ഈ സുഗ്രീവനോട്ട് യുദ്ധം ചെയ്യുന്നു. ആ സമയത്ത് മറഞ്ഞു നിന്ന രാമൻ, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും മറഞ്ഞാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. രാമൻ ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് വില്ല് കൊലച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വില്ല് ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ കോതണ്ണം എന്ന വില്ലിന്റെ ആ ഒരു മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നത്. അതൊരു സാധാരണ വില്ലല്ല, ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന, ഒരു യന്ത്രത്തോക്ക് പോലെ പ്രവർത്തിക്കുന്ന ആയുധമാണ്. ആ വിസ്ഫാരസ്തസ്യ ധനുഷ യന്ത്രസ്യേവ തഥാ ബഭൗ എന്നാണ്, അങ്ങനെ ശോഭിച്ചു എന്നാണ്. അപ്പോൾ ആ കോതണ്ടത്തിൽ അമ്പ് തൊടുത്ത് ഒറ്റ ബാണം കൊണ്ട് ബാലി അവിടെ മറഞ്ഞു കെട്ടി വീണു. രാമനെ നിന്ദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ ആ ബാലി അങ്ങനെ മരിച്ചു. സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കി വാഴിച്ചു. ഇതാണ് ഇവിടെ രാമന്റെ പക്ഷത്ത് നടക്കുന്നതെങ്കിൽ അവിടെ ലങ്കയിൽ സീതയെ അനേകം രാക്ഷസിമാരെ ഭീഷണിപ്പെടുത്തി തർജ്ജനം ചെയ്ത് ശകാരിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും കഴിയുമ്പോൾ ത്രിജട എന്ന് പറയുന്ന രാക്ഷസി പറയും, രാമനും ലക്ഷ്മണനും വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാനൊരു ദിവ്യമായ സ്വപ്നം കണ്ടു. നളകൂപരൻ എന്ന ആ വൈശ്രവണന്റെ മകന്റെ ശാപം, രംഭ എന്ന അപ്സരസ് കാരണമായിട്ട് രംഭയെ ബലാത്കാരം ചെയ്തതുകൊണ്ട് നളകൂപരന്റെ ശാപം കൊണ്ട് ഒരു സ്ത്രീ നിമിത്തം രാവണൻ മരിക്കുമെന്നുള്ള ഒരു ശാപമുണ്ട്. അതൊക്കെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് രാമൻ വന്ന് കൊല്ലും, എൻ്റെ സ്വപ്നം ഫലിക്കും, ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നു ത്രിജട. അങ്ങനെ സീത അവിടെ ഉപവാസം ചെയ്തുകൊണ്ട് കഴിയുകയാണ്. രാവണനും സീതയും തമ്മിൽ സംവാദം ചെയ്യുന്നു. രാവണൻ സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു. സീത ഒരു തൃണത്തെ, ഒരു പുൽക്കൊടിയെ മുന്നിൽ വെച്ചുകൊണ്ട് രാവണനായിട്ട് സങ്കല്പിച്ചാണ് സംസാരിക്കുന്നത്, നിരസിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുപോയി. രാമനും ലക്ഷ്മണനും 4 മാസം ഈ മാല്യവാൻ പർവ്വതത്തിന് മുകളിൽ കഴിഞ്ഞുകൂടി. സുഗ്രീവൻ തൻ്റെ കാര്യം ഓർത്തില്ല എന്ന് കരുതി ക്രോധനായിട്ട് രാമൻ ലക്ഷ്മണനെ അയച്ചു. ലക്ഷ്മണൻ കിഷ്കിന്ധയിൽ പ്രവേശിച്ചു, ഭീഷണി മുഴക്കി. ഭയന്ന സുഗ്രീവൻ 4 പാടും വാനര സൈന്യത്തെ സീതാന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചു. അങ്ങനെ 2 മാസം അന്വേഷണം ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോൾ തെക്കോട്ട് പോയ വാനര സംഘം, ഹനുമാനോടൊപ്പം പോയ ആളുകൾ തിരിച്ചു വന്നു. എന്നിട്ട് ഭഗവാൻ രാമൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വിശേഷം, എന്തെങ്കിലും നല്ല വാർത്തകളുണ്ടോ? ഹനുമാൻ പറഞ്ഞു, അങ്ങക്ക് അല്ലയോ രാമ, ഞാൻ പ്രിയം പറയാം, അങ്ങക്ക് പ്രിയമായത് പറയാം. ദൃഷ്ടാസാ ജാനകീമയ, ഞാൻ കണ്ടു സീതയെ എന്ന് പറഞ്ഞു. അതാണ് കണ്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. സീത എന്ന് പറഞ്ഞാൽ രാമൻ ഒരുപക്ഷെ കണ്ടില്ല എന്നാണ് പറയുന്നതെങ്കിലോ എന്ന് കരുതിയിട്ട് ദൃഷ്ടാസാ ജാനകീമയ എന്ന് പറഞ്ഞു. പിന്നീട് തൻ്റെ യാത്രാവർണ്ണന ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കഥ അവതരിപ്പിക്കുന്നത്. സഹ്യമലയപർവ്വതങ്ങൾക്കിടയിൽ സഹ്യമലയപർവ്വതങ്ങൾക്ക് സമീപമായിട്ടുള്ള മഹാസമുദ്രം, അവിടെയുള്ള ഒരു പർവ്വതമാണ് ദർദുര എന്ന് പറയുന്ന പർവ്വതം. ആ പർവ്വതത്തിന് മുകളിൽ നിന്നിട്ടാണ് ഞങ്ങൾ സമുദ്രം കണ്ടത്. എങ്ങനെയാണ് സമുദ്രം? അനേക ശതവിസ്തീർണം. രാമൻ സമുദ്രം കണ്ടിരിക്കില്ല, അതുകൊണ്ടാണ്. അനേക ശതവിസ്തീർണം യോജനാനം മഹോദത്യം, അനേകം 100 കണക്കിന് യോജന വിസ്താരമുള്ള ഒരു മഹാസമുദ്രം. അവിടെ വെച്ച് ഞങ്ങളെ തിന്നാൻ വേണ്ടിയിട്ട്, ആക്രമിക്കാൻ വേണ്ടി ജടായുവിൻ്റെ സഹോദരനായ സമ്പാദി വന്നു. ആ സമ്പാദി ജടായുവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ജടായുവിൻ്റെ ബന്ധുവാണെന്ന് മനസ്സാക്കി രാമകാര്യത്തിന് വന്നതാണ് എന്നറിഞ്ഞത്. ഞങ്ങൾക്ക് ആ ലങ്കയിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നു. അവിടെ രാവണനുണ്ട്, സീതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സമ്പാദ്യവാക്യം കേട്ട്
ഞാൻ തന്നെയാണ് കടൽ ചാടിയത്. തത പിതരമാവിശ്യ പുപ്ലവേഹം മഹാർണവം ശതയോജന വിസ്തീർണം നിഹത്യ ജലരാക്ഷസീം. എങ്ങനെയാണ് ഞാൻ സമുദ്രം കടന്നത്? പിതരമാവിശ്യ, എൻ്റെ അച്ഛനായ വായുഭഗവാനിൽ ഞാൻ ആവേശിച്ചിട്ടാണ് സമുദ്ര ലംഘനം ചെയ്തത്. വാൽമീകി പറയാത്തൊരു കാര്യമാണ്. വായുവിന് എവിടെയും പ്രവേശിക്കാൻ സാധിക്കും, എങ്ങനെയും അന്തരീക്ഷത്തിൽ പറക്കാൻ സാധിക്കും. അപ്പോൾ ഹനുമാൻ തൻ്റെ അച്ഛനായ വായുഭഗവാനിൽ പ്രവേശിച്ചുകൊണ്ടാണ് സമുദ്രതരണം ചെയ്തത്. 100 യോജന വിസ്താരമുള്ള സമുദ്രം കടന്നു. അതിൽ ജലരാക്ഷസിയെ വസിച്ചിട്ടാണ് അക്കരെ കടന്നത് എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് സീതയോട് അങ്ങയുടെ ആ അടയാളം ആയിട്ടുള്ള മുദ്രാമുദ്രം കൊടുത്തു. സീതയുടെ അടയാളവാക്യം, ജയന്തനെ തോൽപ്പിച്ചതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു, അടയാളവാക്യമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ശ്രീരാമൻ ആശ്വാസമായി. ശ്രീരാമൻ വാനര സൈന്യവുമായിട്ട് സമുദ്രതീരത്ത് വന്നു ചേർന്നു. എങ്ങനെയാണ് ഈ സമുദ്രം കടക്കുക എന്നുള്ള പ്രശ്നം വന്നു. അവിടെ നോക്കൂ, വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സമുദ്രം കടക്കും? നാവോ ന സന്തി സേനായാഹ. രാമൻ പറയുകയാണ്, നമുക്ക് തോണികളില്ല, ഈ സമുദ്രം കടക്കാൻ വേണ്ടി തോണികളില്ല. നാവോ ന സന്തി സേനായാഹ ബഹ്യസ്താരയിതും തഥാ വണിജാമുപഘാതം ച കഥമസ്മദ്വിധശ്ചരേത്. നമുക്ക് ആവശ്യത്തിന് തോണികൾ നമ്മുടെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഈ സമുദ്രം കടക്കും? പിന്നെ ഒരു വഴി എന്താണ്? വണിക്കുകൾ, ഈ ലങ്കയിലേക്കും ഭാരതത്തിലേക്കും എണ്ണയും മറ്റു പല സാധനങ്ങളും കടത്തി വ്യാപാരം ചെയ്യുന്ന വണിക്കുകളുടെ, കച്ചവടക്കാരുടെ, വ്യാപാരികളുടെ സഹായം തേടാമെന്ന് വെച്ചാൽ അത് അവർക്ക് ഒരു വലിയ നഷ്ടമുണ്ടാകും. അവരുടെ കച്ചവടം നഷ്ടമാകും. യുദ്ധത്തിൽ അവരുടെ തോടുകൾ രാക്ഷസന്മാർ മുക്കാനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിന് വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കണം എന്ന് പറയുന്ന രാമൻ്റെ ഒരു യുക്തിബോധവും ധർമ്മബോധവും, അതുപോലെ ആ കാലഘട്ടത്തിൽ ലങ്കയിൽ നിന്നും ഭാരതത്തിലേക്കും തിരിച്ചും വ്യാപാരങ്ങളുണ്ടായിരുന്നു, വലിയ തോണികളൊക്കെ പ്രയോഗിച്ചിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. പക്ഷേ ഭഗവാൻ ആ ഒരു വഴി സ്വീകരിച്ചില്ല. തോണികൾ സുരക്ഷിതമല്ല, കാരണം ശത്രുക്കൾക്ക് പെട്ടെന്ന് അത് മുക്കിക്കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വലിയ ആൾനഷ്ടമുണ്ടാകും എന്ന് യുദ്ധ നൈപുണ്യമുള്ള രാമൻ തീരുമാനിച്ചു. രാമൻ അവിടെ കടൽക്കരയിൽ ധ്യാനനിമഗ്നനായിട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ സമുദ്രദേവത വന്നു. രാമ, എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ഞാൻ ഐക്ഷ്വാകു ആണ്, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനാണ്, എൻ്റെ പൂർവികനാണ് നിന്നെ ഉണ്ടാക്കിയത്, സകര ചക്രവർത്തിയുടെ മക്കളാണ്, എനിക്ക് സഹായം ചെയ്യണം, എനിക്ക് മാർഗം തരണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരം കൊണ്ട് നിന്റെ ജലം മുഴുവൻ ഞാൻ വറ്റിച്ചു കളയും. സമുദ്രം പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങയെ തടസ്സപ്പെടുത്തുകയില്ല. ഞാൻ മാർഗം തരാതിരിക്കുന്നത്, ഒരാൾക്ക് മാർഗം തന്നാൽ മറ്റുള്ളവരും ആ ന്യായം പറഞ്ഞിട്ട് മാർഗം വേണമെന്ന് പറഞ്ഞു വരും, അതുകൊണ്ടാണ്. അങ്ങക്ക് ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം. അങ്ങയുടെ സൈന്യത്തിൽ നളൻ എന്ന് പറയുന്ന വിദഗ്ധനായ ശില്പിയുണ്ട്. സാക്ഷാൽ തൊഷ്ടാവിൻ്റെ, വിശ്വകർമാവിൻ്റെ മകനാണ് അദ്ദേഹം. കാഷ്ഠം, അതായത് മരത്തടികളോ പുല്ല് മുതലായിട്ട് എന്ത് വെള്ളത്തിലിട്ടാലും അത് ഞാൻ താങ്ങി നിർത്തിക്കൊള്ളാം. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഒരു വലിയ സേതുബന്ധനം ചെയ്യൂ, പാലം കഴിപ്പിക്കൂ എന്ന് പറഞ്ഞു. രാമൻ നളനെ വിളിച്ചിട്ട് പറഞ്ഞു, നള, നീ ഇവിടെ സേതു ബന്ധിക്കൂ, നിന്നെ കൊണ്ട് സാധിക്കും, നിനക്കതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. നളന്റെ നേതൃത്വത്തിൽ അവർ സേതുബന്ധനം ചെയ്തു. 100 യോജന നീളവും 10 യോജന വിസ്താരവുമുള്ള ഒരു സേതു ഉണ്ടാക്കി. അതിലാണ് അവർ ലങ്കയിലേക്ക് കടന്നു പോയത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് വിഭീഷണൻ 4 അനുചരന്മാരോടൊപ്പം ശ്രീരാമനെ വന്ന് അഭയം പ്രാപിച്ചു. രാമസൈന്യത്തിൽ ചേരുകയും ചെയ്തു. രാവണൻ രാമനെ നേരിടാൻ വേണ്ടിയിട്ട് യന്ത്രസാമഗ്രികളൊക്കെ ഒരുക്കി. തോക്കുകളും പീരങ്കികളും ശതഘ്നി, ഭുഷുണ്ടി, മുസലം, അലാദം, നാരാജം, തോമരം, അസി, പരശ്വതം, ശതഘ്നി, മുദ്ഗരം മുതലായിട്ടുള്ള ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കപാടയന്ത്ര ദുർധർഷ ബഭൂവു സഹുടോപക. അദ്ദേഹത്തിൻ്റെ വാതിലുകളൊക്കെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാതിലുകളായിരുന്നു ഈ ലങ്കയ്ക്കുണ്ടായിരുന്നത് എന്നാണ്. യന്ത്രം ഘടിപ്പിച്ചതായ വാതിലുകളൊക്കെ ഒന്നുകൂടി റിപ്പയർ ചെയ്ത് തയ്യാറാക്കി വെച്ചു. ഇതുവരെ ഒരുപാട് കാലം ആരും ആക്രമിച്ചിട്ടില്ല. ഇതൊരു പുതിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ തയ്യാറായിട്ട് നിൽക്കുന്നു. ഭഗവാൻ അംഗദനെ തൻ്റെ ദൂതനായിട്ട് പറഞ്ഞു വിടുകയാണ് രാവണന്റെ അടുത്തേക്ക്.